ഈ മക്കള് രണ്ടും പക്ഷെ ഇങ്ങനെ കടുകടെ ഇംഗ്ലീഷൊക്കെ പറയണ കേൾക്കുമ്പോ ചേട്ടാ ഇവന്മാർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയടാ? അത്ര ഇംഗ്ലീഷ് ഒന്നും നമുക്കൊന്നും പറ്റത്തില്ല. ഈ പറഞ്ഞിട്ടുണ്ട് അതിനായിട്ട് ശ്രമിക്കാറുണ്ടോ? കുറച്ചൊക്കെ ശ്രമിച്ചൊക്കെ നോക്കും. ഒപ്പം പിടിച്ച് നിൽക്കണ്ടേ? അവന്റെ ഒരു ഫോണൊക്കെ വന്നാൽ അവന്റെയൊക്കെ മുമ്പ് വെച്ച് പിന്നെ മലയാളത്തിൽ പറയാൻ പറ്റും. പണ്ട് പറഞ്ഞോണ്ടിരുന്ന സുപ്രിയ വരുന്നതിന് പിന്നെ ഞാൻ ഹിന്ദിയിലൊക്കെ സംസാരിക്കും. കൈസേ ഹോ ഭയ്യ? अच्छा ठीक है. ഓക്കെ ठीक है. അതൊക്കെ ബുലാവോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അയ്യന്മാര് കേൾക്കുമല്ലോ. അപ്പോഴാണ് സുപ്രിയയുടെ വരവ്. കടവിൽ ഹിന്ദി പറക്കുന്ന ഒരു പരിമോള്. ഞാൻ വിചാരിച്ചടാ എല്ലാ പാരയാണല്ലോ. അപ്പൊ നമുക്ക് പൃഥ്വിരാജിന്റെ ആദ്യത്തെ ഒരു വെറും ബാനർ കെട്ടിയ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയ പിള്ളേർ ഇവരെല്ലാവരും കൂടെ ചേർന്ന് 2-3 പേര് ഒരു ബാനർ കെട്ടി കൈരളി തിയേറ്ററിൽ. റിബൽ ചക്രവർത്തിയായിരുന്ന സുകുമാരൻ ചേട്ടൻ, നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, ആ പടത്തിന്റെ പേര് വരാൻ വേണ്ടി പൃഥ്വിരാജിന് സ്വാഗതം എന്നൊക്കെ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇവനോട് പഠിച്ചവരാരാണ്ട് എഴുതി വെച്ചിരിക്കുകയായിരിക്കും. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പൊക്കെ പലതും തമ്മിൽ കാണുന്നില്ലെങ്കിലും